അതിരപ്പള്ളിയിൽ മസ്തകത്തിന് പരിക്കേറ്റ ആനയെ കണ്ടെത്താൻ വനത്തിനുള്ളിൽ വീണ്ടും ഡ്രോൺ നിരീക്ഷണം നടത്തുകയാണ്. ആനയുടെ സാന്നിധ്യമുണ്ടെന്ന വിവരം ലഭിച്ച 3 ഇടങ്ങളിൽ ആനയെ കണ്ടെത്താനായില്ല. അരുൺ സിക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഉൾവനത്തിൽ ഇപ്പോഴും തുടരുകയാണ്. റിസർവിനകത്ത് കയറി ആനയെ നമുക്ക് സ്പോട്ട് ഔട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഡ്രോൺ കൊണ്ടുവന്ന് നോക്കി, പക്ഷേ ഡ്രോണിനകത്തും നമുക്ക് ഈ ആനയെന്ന് പറയപ്പെടുന്ന ഒരു ആനയെ നമ്മൾ കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ ഇന്നത്തത് നമ്മൾ നമ്മുടെ സ്റ്റാഫ് പല സംഘങ്ങളായിട്ട് ഫീൽഡിലുണ്ട്. കാട്ടിനകത്ത് കയറി കഴിഞ്ഞാൽ ആ ഒരു നിബിഡമായിട്ടുള്ള വനമായതുകൊണ്ട് ആനയെ നമുക്ക് സൈറ്റ് ചെയ്യാൻ പറ്റില്ല. ആന തിരിഞ്ഞു വന്നാൽ പോലും ആൾക്കാർക്കും ഒരു റിസ്ക് ഫാക്ടറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ലിമിറ്റ് വിട്ടിട്ട് അതിനെ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇന്നലെ നല്ല സ്പീഡിൽ അത് കയറി പോയത്, അതുകൊണ്ട് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചില്ല. ഏകദേശം കംഫർട്ടബിൾ ആയിട്ട് അതിനെ ഡാട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കിട്ടിയാലേ ഡോക്ടർ അത് ചെയ്യുള്ളൂ. കാട്ടിനകത്ത് വെച്ച് ചെയ്താലും ആന എങ്ങോട്ട് ഓടി പിന്നെ അതിന് ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുക്കണ്ടേ അല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് എങ്ങോട്ട് പോകും എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ഒരു നല്ല അതിന് പറ്റിയൊരു സ്ഥലം ഡോക്ടർ ആ സ്ഥലം എത്തുമ്പോൾ മാത്രമേ അദ്ദേഹം ചെയ്യൂ. രാഗിൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഗിന് ആനയെ ഇതുവരെ സ്പോട്ട് ചെയ്യാൻ കഴിയാത്തത് ദൗത്യസംഘത്തെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വലിയൊരു പ്രതിസന്ധിയാണല്ലോ അല്ലേ? വലിയ പ്രതിസന്ധി തന്നെയാണ് ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇന്ന് നമുക്ക് ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരം ഇന്നത്തെ ദൗത്യം ഏതാണ്ട് അവസാനിപ്പിച്ചു എന്നതാണ്. ഔദ്യോഗിക സ്ഥിരീകരണം അല്പസമയത്തിനകം തന്നെ വരും. നാളെ വീണ്ടും ഈ ദൗത്യം പുനരാരംഭിക്കും. രാത്രി പ്രത്യേക നിരീക്ഷണവും ഉണ്ടാകും. ഇന്നലെ രാത്രിയിലും ഇത്തരത്തിലുള്ള പട്രോളിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ ആനയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ 31-നാണ് ഈ മസ്തകത്തിൽ പരിക്കേറ്റ ആനയെ ഈ ഒരു മേഖലയിൽ കണ്ടെത്തിയത്. ഏകദേശം ഒരു 2-3 ആഴ്ച മാത്രമേ ആകുന്നുള്ളൂ ഈ ആന ഇവിടെ എത്തിയിട്ടും. അതിനുശേഷമാണ് പിന്നീട് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ആനയെ കാണാത്ത സ്ഥിതി ഉള്ളത്. ഉൾവനത്തിലേക്ക് കാട്ടാന പോയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് വ്യക്തമാകുന്നത്. ആ ആന പുറത്തേക്ക് എത്തുന്ന സ്ഥിതി ഉണ്ടായിട്ടില്ല. അത് ഇപ്പോഴും നിരീക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തുടരുകയായിരുന്നു. ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ നിമിഷം വരെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടരുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ ഏറ്റവും പുതിയതായി ലഭിക്കുന്നത് ഇന്നത്തെ നിരീക്ഷണം ഏതാണ്ട് അല്ലെങ്കിൽ തെരച്ചിൽ ഏതാണ്ട് അവസാനിച്ചു എന്നതാണ്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഈ സമയം വൈകിക്കഴിഞ്ഞാൽ പിന്നെ ഇത്തരം ദൗത്യങ്ങൾക്കൊന്നും അധികം മുന്നോട്ട് പോകാൻ കഴിയില്ല. 4:45 ഇനി നാളെ സാധ്യതകൾ പരിശോധിക്കുക എന്നതാണ് വനവകുപ്പിനുമുള്ള ഏക പോംവഴി.